നമസ്കാരം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും വന്നു ചേരുക. നിങ്ങളെ മനസ്സിനെ അത്രമേൽ അലട്ടുന്നതായ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ച് ഈ തന്നിരിക്കുന്ന 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ആ പ്രശ്നത്തെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഈ 3 നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇഷ്ടദേവതാനാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നിറമായ ചുവപ്പ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. പല ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരുന്നു. അതിനാൽ തന്നെ മനസ്സ് ആകെ വിഷമത്തിലാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത വിധം നിങ്ങളെ ആ വിഷമം ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ അനാവശ്യമായ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നെഗറ്റീവ് ചിന്തകളാലും ഇങ്ങനെ സംഭവിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ പോസിറ്റീവായി ഇരിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു വിഷമത്തെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുക തന്നെ ചെയ്യും. എപ്പോഴും നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കുക. അതെല്ലാം എനിക്ക് മറികടക്കുവാൻ സാധിക്കും, ജീവിതത്തിലെ പ്രശ്നങ്ങളെ എനിക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന ചിന്തയോടെ തന്നെ മുന്നോട്ട് പോവുക. എനിക്ക് ആരോഗ്യം, ജോലി, സാമ്പത്തികം ഉണ്ട് എന്ന് തീരുമാനിച്ച് അത് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നടക്കാത്തതിലുള്ള വിഷമങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്. ചിലത് നിങ്ങൾക്ക് അനിവാര്യമായ ആഗ്രഹങ്ങളാണ്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുവാൻ തടസ്സങ്ങളാൽ പ്രയാസങ്ങൾ നേരിടുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തന്നെ ഒരിക്കലും വിഷമിച്ച് പുറകോട്ട് മാറി നിൽക്കരുത് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ശ്രമിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നതാണ് വാസ്തവം. അതിനാൽ അതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുക. നിങ്ങൾക്ക് അതിന് അനുയോജ്യമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വന്നു ചേരുന്ന ആ കാര്യങ്ങളെ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാകുന്നു. പെട്ടെന്ന് എടുത്ത തീരുമാനം അത് ശരിയാണ് എന്ന് ഭാവിയിൽ നിങ്ങൾക്ക് തോന്നാം. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇപ്പോൾ ചെയ്യുന്നതായ കാര്യം അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യത അല്പം കൂടുതലാകുന്നു. എന്നാൽ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ശരിയായ സമയത്ത് ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശരിയായ പാതയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശത്രുദോഷങ്ങൾ ഉണ്ടാകാം. എന്നാൽ ശത്രുവിനെ മറികടക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശാരീരികമായ ക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ട്, പ്രയാസങ്ങളുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വഴിമാറുക തന്നെ ചെയ്യും. അറിയാതെ തന്നെ പല തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാനോ മുൻപോട്ട് കൊണ്ടുപോകുവാനോ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. വിഷ്ണു ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ നെയ്വിളക്കും തൃക്കൈവണ്ണ വഴിപാട് നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. വ്യാഴാഴ്ച ദിവസം തന്നെ നടത്തി അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസം നടത്തി പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. 1 രൂപ നാണയം അത് നിങ്ങൾക്ക് സാലറി ലഭിക്കുന്ന അവസരത്തിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ തലക്കുഴിഞ്ഞ് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ബിസിനസ് നടത്തുന്നവരാണ് എന്നിരുന്നാൽ പോലും മാസത്തിൽ ആദ്യത്തെ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെയും 5 മാസം അടുപ്പിച്ച് ചെയ്യുന്നതിലൂടെയും പല ദുഃഖങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും. രണ്ടാമത്തെ നിറമായ നീല നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കം അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. മനസ്സിൽ പല വിധത്തിലുള്ള വിഷമങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടും മനസ്സിലൊരു വിഷമമുണ്ട്. ആ വിഷമത്താലാണ് ചിത്രം തിരഞ്ഞെടുത്തത് എങ്കിൽ അത്തരത്തിലുള്ള വിഷമങ്ങൾ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനായുള്ള ശ്രമങ്ങൾ വിജയം കാണും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. കാരണം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിഭ്രമം ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയും ശുഭകരമായ ചില സൂചനകൾ, അത് ജീവിതത്തിൽ ഉയരുവാൻ സഹായകരമായ ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും എന്ന് തന്നെ പറയാം. മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കഷ്ടതകൾ ജീവിതത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും ആ കഷ്ടതകൾ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. വലിയ നേട്ടങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വലിയ നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ചതും വലിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറക്കാനാവാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ഉയർച്ചയിൽ എത്തിക്കും എന്ന കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാകുന്നു. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വന്നു ചേരാം. ഭയം നിങ്ങളിലുണ്ട്. ആ ഭയം നിങ്ങളിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. ദുഃഖം, നിരാശ എന്നിവ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. എന്നാൽ അതിനെല്ലാം ഒരു പരിഹാരം ലഭിക്കുകയോ മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയോ അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ് എന്ന് തന്നെ പരാമർശിക്കാം. അല്പം പ്രയാസങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായി വരും, അല്ലെങ്കിൽ നേരിട്ടിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഈശ്വരാധീനം, ഈശ്വര കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഭാഗ്യം നിങ്ങൾക്കൊപ്പമുണ്ട്. ഈശ്വര ശക്തികൾ കൂടെയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിത്യവും ആർക്കെങ്കിലും അന്നദാനം നൽകുവാൻ നിങ്ങൾ ശ്രമിക്കുക. അതല്ല എങ്കിൽ പക്ഷി മൃഗാദികൾക്കും നൽകാം. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ കഠിനതകൾ വളരെ വേഗം തന്നെ മാറി നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും. 1 ദിവസമോ 2 ദിവസമോ അല്ല ഇപ്രകാരം ചെയ്യേണ്ടത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നിത്യവും ചെയ്യേണ്ടതാകുന്നു. കൂടാതെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപായസം എന്നിവ കഴിപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. വ്യാഴാഴ്ച ദിവസം തന്നെ കഴിവതും ഈ കാര്യം ചെയ്യുക. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ബുധനാഴ്ച ദിവസം ചെയ്യാം. ബുധനാഴ്ച ഏറ്റവും ശുഭകരമാണ്. സാധിക്കാത്തവർ വ്യാഴാഴ്ച ദിവസം ചെയ്യുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. 3 മാസം അടുപ്പിച്ച് ചെയ്യുമ്പോഴേക്കും അതിശയകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. മനസ്സിലുള്ള ആ വിഷമങ്ങൾ അത് പരിപൂർണമായി മാറുന്നതിനുള്ള അവസരങ്ങൾ സംജാതമാകും. കഠിനതകൾ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന അത്തരം പ്രശ്നങ്ങൾ ഒഴിവായി ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഈ നിമിഷം ഓർക്കുക. ഭഗവാന്റെ കടാക്ഷം, ഈശ്വര കടാക്ഷം നിങ്ങളിലുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന, അനുകൂലമാകാൻ പോകുന്ന സമയമാണ് എന്ന് കൂടി അറിയുക. 3ാമത്തെ നിറമായ പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയാർന്ന പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ കരുതാം. അതിനുള്ള ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ഒരു വ്യക്തിയുടെ കടന്നുവരവ് അതിൻ്റെ സൂചന നിങ്ങൾക്ക് നൽകും എന്ന കാര്യം അറിയുക. അതായത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായി ആ വ്യക്തി കടന്നു വരികയോ അല്ലെങ്കിൽ നിലവിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിലും അത് എടുക്കുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. അത് നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ
തീർച്ചയായും അത് നടക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭാവി സുരക്ഷിതമാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഈ നിമിഷം നാം ആലോചിക്കേണ്ടതാകുന്നു. ഏത് കാര്യം ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹങ്ങൾ ഉടനെ തന്നെ ജീവിതത്തിൽ നടക്കാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത്. ജീവിതത്തിലേക്ക് ചില ശുഭകരമായ ബന്ധങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പിതൃപ്രീതി നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക. തടസ്സങ്ങളുണ്ട്, നിങ്ങൾക്ക് പ്രതിസന്ധികളും നിങ്ങളെ വലയ്ക്കുന്നു എന്നതാണ് വാസ്തവം. ഇപ്പോൾ മനസ്സിൽ ആലോചിച്ച ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ഉടനെ തന്നെ സംഭവിക്കണം എന്നില്ല. അല്പസമയം നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കടന്നു വരാൻ സാധിക്കും. ഇത്തരം പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ വന്നു ചേരും. വിഷ്ണു ഭഗവാന്റെ കടാക്ഷവും നിങ്ങളിലുണ്ട്. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി വന്നു ചേരാം. എന്നാൽ ഉടനെ തന്നെ സംഭവിക്കണം എന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ചില അത്ഭുതകരമായ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, പല മേഖലകളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അത് കുടുംബത്തിലെ ഒരു വ്യക്തിക്കാണ് എന്നിരുന്നാൽ പോലും അത് സംഭവിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നതായ കാര്യമായി മാറും എന്ന കാര്യം ഓർക്കുക. പദവി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഉയർന്ന സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനീതി നേരിടുന്നവരാണ് നിങ്ങൾ. എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. അനീതി ഇനി വച്ചു പൊറുപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നതും വാസ്തവമായ കാര്യമാണ്. നിങ്ങൾക്ക് പ്രതികരിക്കുവാനും പ്രതികരിച്ച് മുന്നേറുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് ഈ സമയം കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ആലോചിക്കേണ്ടതാകുന്നു, അഥവാ ഓർത്ത് മുന്നോട്ട് പോകേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ഈ ചിത്രം തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട ആ വിഷമം, അത് മാറുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം. ആ തടസ്സങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് പ്രത്യേകത. കൂടാതെ തീരെ പ്രതീക്ഷിക്കാതെ തന്നെ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ ചെയ്യുന്നതായ ചില കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വിജയങ്ങൾ സ്വന്തമാക്കുവാനും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയാണ് എങ്കിൽ വിജയങ്ങൾ നിലനിർത്തുവാനോ വിജയങ്ങൾ നേടുവാനോ സാധിക്കും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എതിർപ്പുകൾ വന്നു ചേരും. അത് സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ ആ എതിർപ്പുകളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. ഭഗവാന് തൃക്കൈവെണ്ണയും പാൽപായസ വഴിപാടും നടത്തുന്നത് ശുഭകരം തന്നെയാണ്. പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസം, അത് മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച ഭഗവാന് മാമ്പഴം സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ പ്രതിസന്ധികൾ, മനസ്സിലെ വിഷമങ്ങൾ തീർക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങളാണ് ഇത്. 3 മാസം അടുപ്പിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും മുൻകരുതൽ വേണം എന്ന കാര്യം ഓർക്കുക. ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ചെയ്യുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും. വിജയങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ആ പ്രതിസന്ധികൾ മാറും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരും.